അങ്ങനെ ആർ സി തന്നെ 6 പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ഒരു ഹാഷ് ബാഗ് എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ 5 പേര് ഇരുന്നാൽ തന്നെ പിന്നെ ഒരാൾക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരാളും കൂടി നമ്മുടെ കൂട്ടത്തിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു വണ്ടി വല്ല ബൈക്കൊക്കെ എടുക്കേണ്ടി വരും. ഇതുണ്ടെങ്കിൽ കണ്ണും പൊട്ടിപ്പോകും. അതായത് ഏറ്റവും വലിയ പ്രത്യേകത. അത് പ്രൈസിങ്ങും ആണ്. ഒരു അൾട്ടോയുടെ പ്രൈസിന് ഒരു 6 സീറ്റർ വണ്ടി നല്ല അവര് ആഫ്റ്റർ മാർക്കറ്റ് ഓക്കെ. ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ട്. അതെല്ലാം വണ്ടി ജസ്റ്റ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ടയർ മാറ്റി അങ്ങനെ തന്നെ എടുത്താണ്. ഈ ടച്ചപ്പ് ഒക്കെ ക്ലിയർ ആക്കി കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അപ്പൊ ഈ കാണുന്ന പോലത്തിലല്ലേ നമ്മൾ ഇന്ത്യൻ റെസ്റ്റർ കാണിക്കുമ്പോൾ ഇവിടെയൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ക്ലിയർ ആക്കിയിട്ട് നീറ്റ് ആക്കിയിട്ട് വീൽ കപ്പ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് തരും. 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ, അതും വെറും 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ സർവീസ് എല്ലാം ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 2020 സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി ഈ ഒരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും മാർവൽ മോട്ടോഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. വരണാണ് നമ്മുടെ കൂടെ. സ്വാഗതം വരണേ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് കായലോടാണ് ലൊക്കേഷൻ. കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹൈവേന്റെ സൈഡിൽ തന്നെ അല്ലേ? അതെ. ഓക്കെ. ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലോ. പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല മോഡൽ കൂടിയ വണ്ടി തന്നെയല്ല? മോഡൽ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, എല്ലാ തരത്തിലും വണ്ടിയുണ്ട്. എല്ലാം ഉണ്ട്. അതെ. ചെറിയ ബഡ്ജറ്റ് ഏതാ? പേപ്പർ റിന്യൂവൽ ചെയ്തിട്ട് ചെറിയ നമുക്കൊരു 70 രൂപ മുതലുള്ള വണ്ടികളുണ്ട് നിലവിൽ. പുതിയ പേപ്പറുള്ള വണ്ടികൾ. ഓക്കെ. അങ്ങനത്തെ കുറച്ച് വണ്ടികളുണ്ട്. ഓക്കെ. അപ്പൊ ഏത് സെഗ്മെന്റ് നോക്കാം. ഇവിടെ XUV 500 വരെ ഉണ്ട്, ഇന്നോവ ഉണ്ട്, അൾട്രോസ് ഉണ്ട്, ഇന്നോവ ഉണ്ട്, ഓട്ടോമാറ്റിക് വേരിയൻസ് ഉണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഏത് നോക്കുന്നവർക്കും ഇങ്ങോട്ടേക്ക് വരാം അല്ലെ? ധൈര്യമായിട്ട് വരാം. അപ്പോ നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റിയെ പറ്റി എല്ലാ വീഡിയോസിനും പറയാറുണ്ട്. എന്നാലും നിങ്ങൾ വാറണ്ടി കാര്യങ്ങളൊക്കെ? വാറണ്ടി നമ്മൾ മോഡൽ കൂടിയ വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി കമ്പനി വാറണ്ടി ഉള്ള വണ്ടികളുണ്ട്. കമ്പനി വാറണ്ടി തന്നെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മളെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതെ. അപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല. നേരത്തെ കൊണ്ടുപോകാം. ഇവിടുന്ന് ആരെ കൊണ്ടുവന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യിക്കാം. അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഒരുവിധം കമ്പനീസിന്റെ എല്ലാം സർവീസ് സെന്റർ ഇവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഒരു 10 കിലോമീറ്റർ ഉള്ളിലുണ്ട് ഒരുവിധം എല്ലാ വണ്ടികളെയും. അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ. എന്തായാലും ഇവർ ഓൾറെഡി നോക്കിയെടുത്താണ്. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുക്കും. എന്തുണ്ടെങ്കിലും നമ്മൾ പറയും. എല്ലാ റീപ്ലേസ് ഉള്ള വണ്ടി ഉണ്ട്. കറക്റ്റ് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈസിലാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ആ പ്രൈസിന്റെ ഒരു മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഫൈനലാക്കിയിട്ട്. പിന്നെ നമ്മൾ ഒരുവിധം പറയുന്നതിൽ തന്നെ മാക്സിമം കുറച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്നാലും ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കൊടുക്കും. അതെ. ഓക്കെ. എന്തായാലും നമുക്ക് ഓരോ വണ്ടികളായിട്ട് കണ്ടു നോക്കാം. മാർവൽ മോട്ടോഴ്സിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോരുത്. അതേപോലെ തന്നെ എല്ലാവരും കമന്റ്സിലോട്ട് പോവാം. നമുക്ക് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്തിരിക്കാം. എല്ലാവരും കമന്റ്സിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യ വാഹനം നമുക്ക് ഇഗ്നിസിനെ പരിചയപ്പെടാം. KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം ഇപ്പൊ നല്ല എൻക്വയറി വരുന്നൊരു വണ്ടിയാണ്. സംഭവം ഇത് നിർത്തുകയും ചെയ്തു. ഒരു ഒന്നുമില്ലാത്ത സമയത്ത് കൊണ്ടുപോയി നിർത്തി അല്ലേ മാരുതി? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 സീറ്റ ഓട്ടോമാറ്റിക്. ഓക്കെ. ടോപ്പിന്റെ തൊട്ട് താഴെ അൽഫാണ് ടോപ്പ് വരിക. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് സീറ്റ ഓട്ടോമാറ്റിക്. MT 22. ഓട്ടോ എത്ര പോയി? ഇത് 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്നത്. ഓട്ടോമാറ്റിക് ഇഗ്നിസ് തപ്പുന്നവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ എൻക്വയറി വരാണ്ട്. ഇതാ കണ്ടോ, വേഗം വിളിച്ചോ പെട്ടെന്ന്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം മാറില്ല, ഗ്ലാസ് മാറിയില്ല, ഹെഡ്ലൈറ്റ് മുന്നേ അടിച്ചില്ലല്ലോ. ബോണറ്റ് മാത്രം. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് വേറെ ഇതൊന്നുമില്ല. 40 ഓടിയിട്ടുള്ളൂ. മോഡൽ ഉണ്ട് ജീറ്റ പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഇതിന് നിങ്ങളുടെ വാറണ്ടി കൊടുക്കാലോ? ഒരു വർഷം വാറണ്ടി ബാക്കിയുണ്ട്. കമ്പനി വാറണ്ടി ബാക്കിയുണ്ട്. ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടി ഒരു 1 ഇയർ ബാക്കിയുള്ള വാഹനമാണ്. സീറ്റ ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ് പുഷ് ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. 22 മോഡൽ. 22. ഇതിപ്പോ എത്രയാ നമുക്ക്? 22 4 മാസം. ഇത് എവിടെ ഇല്ലാത്തൊരു റേറ്റിന് കൊടുക്കാം. നമുക്ക് 5.25 നമുക്ക് ഫൈനൽ കൊടുക്കാം. 22 4 മാസം. ഓട്ടോമാറ്റിക് സീറ്റ 2022. 5,75,000 രൂപയ്ക്ക് 22 ഇഗ്നിസ് ആണ്. ഇഗ്നിസ് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഗോൾഡൻ ചാൻസ് ആണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ റീപ്ലേസ്മെന്റ് മാത്രമേ. ഓക്കെ. അപ്പോൾ അടുത്ത തന്നെ കമ്പനികളുണ്ട്. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ഹിസ്റ്ററി എടുക്കാം. എല്ലാം നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. ഹിസ്റ്ററി കയ്യിൽ എടുത്തു കൊടുക്കാം. ഇപ്പൊ മാരുതിന്റെ ഹിസ്റ്ററി ഇട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഓക്കെ. ടയർസും വലിയ കുഴപ്പമില്ലാത്ത ടയർസ്. നല്ല ടയർസ്. പുറത്തുനിന്ന് തന്നെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ലോൺ എത്ര കയറും? ലോൺ ഫുൾ ലോൺ വരും. ഫുൾ ലോൺ. പിന്നെ ഓക്കെ.
അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ചെറുത് നേരെ നമ്മൾ വലുതിലേക്ക് ആടി. XUV 500 ആണ്. KL 51 രജിസ്ട്രേഷൻ വാഹനം, ഒറിജിനൽ കേരള വണ്ടി. അതെ, കാരണം ഇത് റീവണ്ടി ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ഒറിജിനൽ കേരള ഡ്യൂപ്ലിക്കേറ്റ് കേരള ഉണ്ടോ എന്നൊക്കെ കമന്റ്സിൽ ചോദിക്കാറുണ്ട്. സംഭവം ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഡൽഹിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വരാറുണ്ട്, ഒരുപാട് വണ്ടിയുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഒറിജിനൽ കേരളയാണ്. അതിന്റെ മാർക്കറ്റ് രണ്ടും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, ഏതാ മോഡൽ ബ്രോ? ഇത് 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഉണ്ടോ? പക്ക സർവീസ് ഉണ്ട്, സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, ഓട്ടം ജെനുവിൻ നല്ല വണ്ടിയാ ഓടിക്കാനാണെങ്കിലും. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷൻ ആണ്. W10. ഓക്കെ, സൺറൂഫ് വരുന്നുണ്ട്. അന്നത്തെ ടോപ്പ് എൻഡ് ആണ് W10. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ഒന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. അതെ. ഓക്കെ, W10 ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. എത്ര ഇപ്പോ ഇത് നമുക്കൊരു ഫൈനൽ ഒരു 890 കൊടുക്കാം. 8,90,000. ഓക്കെ, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, W10 ഒറിജിനൽ കേരള വണ്ടിയാണ്. 890 ഫൈനൽ. ഏകദേശം എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തൂടെ? ഓക്കെ, ലോൺ എത്ര കിട്ടും? ഒരു 8 വരെ കിട്ടും. ലോണും കിട്ടും. അല്ല, ലോൺ 8 വരെ കിട്ടും. 8 ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു വലിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എടുത്തോ. ഇതിന്റെ ഉള്ള അങ്ങനെ ഡാമേജ് ഒന്നുമില്ല, ഒരു ഡാമേജ് ഇല്ല, നല്ല വണ്ടി. അടുത്തത് മഹീന്ദ്ര KUV 100 KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സംഭവം ചെറിയൊരു വണ്ടിയാണ്, പക്ഷെ ഇതിൽ 6 ആക്കി യാത്ര ചെയ്യാം. അതെ, ഓക്കെ, മുമ്പിൽ 3 പേർക്ക് ഇരിക്കാം. നടുവതാക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പുറകിൽ 3 ആൾക്ക്. അങ്ങനെ RC തന്നെ 6 പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ഒരു ഹാഷ് ബാഗ് എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ 5 പേര് ഇരുന്നാൽ തന്നെ പിന്നെ ഒരാൾക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരാളും കൂടി നമ്മുടെ കൂട്ടത്തിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു വണ്ടിയോ അല്ല ബൈക്കൊക്കെ എടുക്കേണ്ടി വരും. ഇതുണ്ടെങ്കിൽ കണ്ണും പൊട്ടിപ്പോകും. അതായത് ഏറ്റവും വലിയ പ്രത്യേകത. അത് പ്രൈസിങ്ങും ആണ്. ഒരു അൾട്ടോയുടെ പ്രൈസിന് ഒരു 6 സീറ്റർ വണ്ടി, നല്ല വണ്ടി, വലിയ വണ്ടി. ഏതാ മോഡൽ? ഇത് 2018-19 രജിസ്ട്രേഷൻ. 18 മോഡലുണ്ട്, 19 രജിസ്ട്രേഷൻ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ അതായത് ഇത് K2 ബേസ് ആണ്. പക്ഷെ ഇതിൽ പവർ വിൻഡോസ് 4 ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഡ്രൈവർ സൈഡും ചെയ്തിട്ടുണ്ട്, അതേപോലെ എല്ലാ ഡോറുകളിലും പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കണക്കാക്കാം. ഒരു ക്ലെയിമും ഇല്ല. നല്ലൊരു റെഡ് കളർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് പറയുന്നത് അല്ലേ? ഓക്കെ, 18-19 വണ്ടി അല്ലേ? എത്ര ഇപ്പോ? ഇത് 68,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ, പിന്നെ ഇത് നമുക്കൊരു 2.5 രൂപ കൊടുക്കാം. 2,50,000 കൊടുക്കാം. 2.5 ലക്ഷം ഫുൾ ലോണും അതിനെക്കാട്ടും മേലെ കുറച്ചും കൂടി ക്യാഷ് ബാക്ക് വേണമെന്നുള്ളവർക്ക് പറ്റിയ ചോയ്സ് ആണ്. ഓക്കെ, 2.5 ലക്ഷത്തിന് ഒരു അടിപൊളി ചോയ്സ് ആണ്. അതായത് നിങ്ങൾ ലോൾട്ടോ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കണ്ണും മൂട്ടി എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഓടിക്കാനും നല്ല രസമുള്ള ഒരു വണ്ടി തന്നെയാണ്. കുറച്ച് ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ കുറച്ച് സാധാരണ ഒരു വണ്ടീൻ്റെ ലൂസ് അല്ല, കുറച്ചൊരു ഇവിടുത്തെ സ്റ്റിയറിംഗ്, പക്ഷെ ഒരു രസം ജീപ്പൊക്കെ ഓടിക്കുന്ന ഒരു ഫീലിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കുക. ഫുൾ ഓണിൽ ഒരു അടിപൊളി വണ്ടി 6 ആൾക്ക് പോവാം. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, ഫുൾ മിനി SUV. അതെ, മൈക്രോ SUV. അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത ഹ്യുണ്ടൈ വെന്യൂ ആണ്. ഒരു കോമ്പാക്ട് SUV, അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മൈലേജിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു കോമ്പാക്ട് SUV ആണ്. ഒരു 18-20 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും, എന്തായാലും കിട്ടും. ഡീസൽ മാനുവൽ ആണ്. KL 44 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? ഇത് 2024. 24 ഉണ്ട് അല്ലേ? 2024 വാറണ്ടി ബാക്കിയുണ്ട്, കമ്പനി വാറണ്ടി ബാക്കിയുണ്ട്. 2027 വരെ ഇപ്പൊ ഉണ്ട്. 27 എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരു 5-6 മാസം. 27 ഏതാ മാസം അറിയോ? ഇത് മാർച്ചാണ്. മാർച്ച്. ഓക്കെ, അപ്പോൾ ഒരു കൊല്ലത്തിന്റെ അടുത്ത് 8-9 മാസം കമ്പനി വാറണ്ടി ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാം. കിലോമീറ്റർ എത്രയായി? ഇത് 68,000 കിലോമീറ്റർ. 68. പ്രോപ്പർ സർവീസാ? എല്ലാം പ്രോപ്പർ സർവീസ്, എല്ലാം കമ്പനി സർവീസ്. ഓക്കെ, ഡീസൽ S+, അതായത് മിഡിൽ ഓപ്ഷൻ വെന്യൂ ആണ്. ഓൾമോസ്റ്റ് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ ടയർ ഭാഗം അത്യാവശ്യം. ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് 4 ടയർസ് ഒന്നും മാറേണ്ട ആവശ്യം ഒന്നും ചെയ്യേണ്ട. എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, 24 മോഡലാണ്, ഡീസൽ S+ മാനുവൽ. എത്രയാണ് നമുക്കിത്? ഇത് 9 രൂപയാണ് നമ്മൾ ഫൈനൽ റേറ്റ് വരുന്നത്. 895 ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, 8,95,000 ഫൈനൽ റേറ്റ് ആണ്. ഡീസൽ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ എന്തായാലും വന്നോ. 18 കിലോമീറ്റർ എന്തായാലും സിറ്റി ഡ്രൈവിൽ മൈലേജ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഡെയിലി ഒരു എന്താ പറയുക, ഒരു മിനിമം ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 70 കിലോമീറ്റർ ഒക്കെ മിനിമം ഓട്ടോയുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇന്നോവയാണ്.
ഒറിജിനൽ കേരള വണ്ടി, റിയായ വണ്ടി ഒന്നല്ല, ഒറിജിനൽ കേരളയാണ്. KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ബ്രോ? 2015 G4. 15 G4 അല്ല, സിംഗിൾ ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ കറക്റ്റ്. 1 lakh. സിംഗിൾ ഓണർ ആണ്, അതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ. ഓക്കെ, പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ്, എല്ലാം കമ്പനി സർവീസ്. ഓക്കെ. 4 പുതിയ ടയർ. പിന്നെ ചെറിയ ടച്ചപ്പ് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. 4 വീൽ കപ്പ് വാങ്ങി കൊടുക്കണേ. വീൽ കപ്പ് ഉണ്ട്, എല്ലാം ഇട്ട് കൊടുക്കില്ല. ഓക്കെ, ഊരി പോയിട്ടല്ലേ? അല്ല, വീൽ കപ്പ് ഇല്ല നിലവിൽ. അത് അലോയ് യൂസ് ചെയ്താ. ശരി, അത് ഊരി എടുത്താ? അതെ, അവരെടുത്താ. ഓക്കെ, അവരാലോചിച്ചായിരിക്കും, അവര് സെപ്പറേറ്റ് വാങ്ങി, അവര് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ആക്കി, വണ്ടി ജസ്റ്റ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ടയർ മാറ്റി അങ്ങനെ തന്നെ എടുത്താൽ ഈ ടച്ചപ്പ് ഒക്കെ ക്ലിയർ ആക്കി, എല്ലാം കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അപ്പൊ ഈ കാണുന്ന പോലത്തിലല്ലേ നമ്മൾ ഇന്ത്യൻ റെസ്റ്റർ കാണിക്കുമ്പോൾ ഇവിടെയൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് നീറ്റ് ആക്കിയിട്ട് വീൽ കപ്പ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിട്ടേ തരുള്ളൂ. നിലവിലെ മെക്കാനിക്കൽ അവസ്ഥ ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല, എടുക്കോ ഉപയോഗിക്കോ. അത് പക്കാ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പ്രോപ്പർ സർവീസ് ആയ വണ്ടി. ഓക്കെ, അപ്പോ എത്രയാ നമ്മുടെ പ്രൈസ്? ഇത് നമുക്കൊരു 10,35 കൊടുക്കാം. 10,35,000. 15 G4 അതായത് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നവർ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് പല വിലക്ക് കിട്ടുന്നുണ്ട്, പല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അതായത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ ഞാൻ വേണ്ടി പറഞ്ഞത്. നോർമൽ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ പറയുക, NOC-യിൽ ചിലപ്പോൾ ഒരു 7.5-8 വരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ വണ്ടിയുടെ ഇതനുസരിച്ചിട്ട്. അതുകൊണ്ടേക്ക് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50,000-60,000 ഒക്കെ കാണേണ്ടി വരും അല്ലേ? ഒന്നിൻ്റെ ഒരു 1 lakh തന്നെ കാണേണ്ടി വരും. അപ്പോൾ അതിന് ഒരു ഒറിജിനൽ കേരള. ഓക്കെ, ആ ഒരു പ്രൈസ് മാറ്റത്തിന് സിംഗിൾ ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള വണ്ടി, ഫുൾ കമ്പനി സർവീസ് പോയ വണ്ടി. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. ലോൺ എത്ര കിട്ടും? ലോൺ കിട്ടും നമുക്ക് ഏകദേശം ഒരു 9,000 പറഞ്ഞാലോ അത്രയും കിട്ടും. വാല്യൂഷൻ ചെയ്തിട്ടുണ്ടോ? മുന്നേ ഒരു വാല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സിബിലിന്റെ പ്രശ്നമുള്ള വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ ട്രാക്ക് പോലെ ഇരിക്കും. അടുത്ത വണ്ടിയിലേക്ക് അടുത്തതാ ഹ്യുണ്ടായി i20 എലൈറ്റ് ഷേപ്പ്, നമ്പർ ഇല്ലാത്തൊരു വണ്ടി. നമ്പർ പ്ലേറ്റ് പുതിയ ഓക്കെ, അപ്പൊ പുതിയ നമ്പർ പ്ലേറ്റ് വെച്ചുതരും. ഏതാ മോഡൽ? ഇത് 2018. ഇത് KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. 18 മോഡൽ അല്ല? ഓക്കെ. ഓട്ടം 85,000 കൂടിയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ അല്ല? പെട്രോൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ആസ്റ്റയാണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? ഓക്കെ, ആസ്റ്റ വെച്ചാൽ ഇതിന്റെ മേലെ ആസ്റ്റ ഓപ്ഷണൽ കൂടിയുണ്ട്. അതിന്റെ തൊട്ട് താഴെ അതിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലാവുന്നും ഉണ്ടാവില്ല. 2 എയർ ബാഗ്, പുഷ് ബട്ടൺ അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ. ഓക്കെ, ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒരു ഡോർ, ബാക്കിലത്തെ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ബമ്പർ ടു ബമ്പർ ക്ലെയിം ചെയ്തതാണ്. ആക്സിഡന്റ് ആയിട്ട് മറ്റേതല്ല. ആക്സിഡന്റ് ചെറിയ അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, ടയേഴ്സ് ഒരു ആവറേജ് ആണ്. ടയേഴ്സ് ആവറേജ്. ഓക്കെ, അപ്പൊ എത്രയാ ഇപ്പൊ? ഇത് നമുക്ക് 4,45,000 ഫൈനൽ കൊടുക്കാം. 4,75,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് 2018 ആസ്റ്റ i20 പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. പ്രൈസ് ഏകദേശം ഫൈനലാണോ? ഏകദേശം ഫൈനലാണ്. 4,45,000 എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല റേറ്റ് ആണ്. ഓക്കെ, ഒരു 4-4.25 വരെയൊക്കെ ലോൺ കിട്ടും. അടുത്തത് i10 നിയോസ് ആണ്. KL 20 രജിസ്ട്രേഷൻ വരുന്ന ഗ്രാൻഡ് നിയോസ്. ഏതാ മോഡൽ? ഇത് 2021 മോഡല്. സിംഗിൾ ഓണർഷിപ്പിൽ 38,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. 21 5 വർഷം കൊണ്ട് 38,000. അതെ, നോർമൽ ഓട്ടാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്, പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതെ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, പ്രോപ്പർ സർവീസ് പോയ വാഹനമാണ്. ഏതാ ഓപ്ഷൻ? സ്പോർട്സ്. ആസ്റ്റന്റെ മുകളിൽ അതിന്റെ തൊട്ട് താഴെ, അതായത് ഇതിനകത്തേക്ക് വരുമ്പോൾ ആസ്റ്റയിലേക്ക് പോവുകയാണെങ്കിൽ പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല. ബാക്കി അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ സെയിം ഇതിൽ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിംഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ ചെറിയൊരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കണക്കാക്കാം. പഴയ ഗ്രാൻഡിനേക്കാൾ മൈലേജ് ഇതിനുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ പ്രൈസിങ് എങ്ങനെയാ? ഇത് 5 ലക്ഷം രൂപ കൊടുക്കാം. നമുക്കൊന്നും കൂടി ചവിട്ടിയാലോ? വന്ന് നമുക്ക് സംസാരിക്കുന്ന നമുക്ക് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് 4,90 പിടിച്ചാലോ? 4,90 നോക്കാം. 4,90 നോക്കണതാ? എന്നാ നോക്കി നോക്കാം, സംസാരിച്ച് നോക്കാം. ഓക്കെ, സംസാരിക്കാം, നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഒരു 4-4 വരെയൊക്കെ ലോണും കയറും. ലോൺ വരും. 2021 അല്ല, എന്നാലും 4-4.5 വരെ എന്തായാലും കയറും. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഒരു ടാറ്റ അൾട്രോസ് ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന അൾട്രോസ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. പ്രീമിയം ഹാച്ച്ബാക്ക്. ഏതാ മോഡൽ? ഇത് 2020 എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്.
സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് ടൗണിൽ തന്നെ ഒരു 18-19 ഒക്കെ കിട്ടും. അതെ. ലോങ്ങിൽ ഹൈവേ ഒക്കെ നോക്കി പിടിക്കുകയാണെങ്കിൽ 20-21 വരെയൊക്കെ മൈലേജ് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ ഓപ്ഷൻ 42,000 കിലോമീറ്റർ. സോറി 42,000. 8,000 ഓടിയില്ല, 42,000 കിലോമീറ്റർ മാത്രം ഓടിയ 2020 ഫുൾ ഓപ്ഷൻ ഡീസൽ അൾട്രോസ് ആണ് കേട്ടോ. ഇത് പുതിയ ഏകദേശം എത്ര? പുതിയ 12-12 റുപ്യ വരുന്നുണ്ട്. എക്സാക്ട് പ്ലസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് മരങ്ങളുണ്ട്, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മാറി. ഇന്നത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യല്ല, എന്നാലും പറഞ്ഞാണ്. പിന്നെ ഇത് നമുക്കിപ്പോ എത്ര കൊടുക്കാം? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, എത്ര? പകുതിന്റെ താഴെ കൊടുക്കാം നമുക്ക്. ഇപ്പോഴത്തെ വണ്ടീന്റെ പുതിയ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ പകുതിന്റെ താഴെ. ലോ കിലോമീറ്റർ 40 ഓടിയിട്ടുള്ളൂ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ എത്ര ഉണ്ട് ഏകദേശം? അത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ആ ഒരു 11-12 റുപ്യന്റെ അടുത്ത്. ഓക്കെ, 11ന് വില എന്തായാലും ഉണ്ടാവും. 11ന് വില എന്തായാലും ഉണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര കൊടുക്കാം? ഇപ്പൊ ഇത് 5.75 കൊടുക്കാം നമുക്ക്. 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ, അതും വെറും 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ സർവീസ് എല്ലാം ഉണ്ട്. ഷർട്ട് അലോയിൽ എല്ലാം ഉള്ള വണ്ടി. എക്സാക്ട് പ്ലസ് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡീസൽ വണ്ടി 40,000 നേരെ വീണു. ഫുൾ ലോണും കയറും. ഫുൾ ലോൺ കയറും. അടുത്തത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ? ഏതാ മോഡൽ ഇത് ബ്രോ? ഇത് 2013 VXi. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി. ഇന്റീരിയർ സീറ്റും കാര്യങ്ങളെല്ലാം നല്ല ജെനുവിൻ ഓട്ടം. ഓക്കെ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ വലിയ ഓട്ടം പോയിട്ടില്ല. ഒരു വർഷം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4x4 ഉണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ, സ്റ്റീരിയോ ഒക്കെ ഉണ്ടാവും. പിന്നെ നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന പാർട്ടിക്ക് ഇപ്പൊ ഒന്നുമില്ല. ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റി, ഇന്റീരിയർ ക്വാളിറ്റി. ബാക്കി നിങ്ങൾ പോളിഷ് ചെയ്തെല്ലാം കൊടുക്കുമല്ലോ. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം. പിന്നെ എത്ര ഇപ്പോ? ഇത് 3.25 നമുക്ക് ഫൈനൽ കൊടുക്കാം. 3,25,000. 13 സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പൊ താല്പര്യം എന്തായാലും നോക്കിയോ, 2.5-2.25 വരെയൊക്കെ ലോൺ കിട്ടും. ലോൺ കിട്ടും, പക്ഷേ 800 രൂപയായിരിക്കും. 2013 കൊണ്ട് 2 വർഷത്തേക്ക്. അടുത്തത് ഒരു വെറൈറ്റി കളർ ടിയാഗോ ആണ്. ടാറ്റ ടിയാഗോ ഫസ്റ്റ് ഷേപ്പ്. KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. ഒരു അട്രാക്ടിങ് ബ്ലൂ കളർ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? ഏറ്റവും ഫുൾ ഓപ്ഷൻ എക്സാക്ട് പ്ലസ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സെറ്റ് പ്ലസ് ഇതാ ഫുൾ ഓപ്ഷൻ ടിയാഗോ ഇവിടെ ഉണ്ട്. മോഡൽ ഏതായിരുന്നു? 2019. ഓക്കെ, ഓട്ടം 2019 സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 50,000 മാത്രം ഓടിയേക്കുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ, ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ലോ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4x4 സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം വരുന്ന വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം കുറ്റിയുറപ്പുള്ളൊരു വണ്ടി. നല്ല വണ്ടി, ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും അത്യാവശ്യം. 3 സിലിണ്ടർ ആയതുകൊണ്ട്. പിന്നെ നമുക്കിത് എത്രയാ ഫൈനൽ? ഇത് നമുക്കൊരു 3.90 ഫൈനൽ കൊടുക്കാം. 3,90,000 19 എക്സെറ്റ് പ്ലസ് മാനുവല് 50,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ ഒരു ടിയാഗോ, നല്ലൊരു ടിയാഗോ നോക്കി നടക്കുന്നവർക്ക് ഒരു പറ്റിയ ഓപ്ഷനാണ്. ഒരു 3.25 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ചെറിയ എമൗണ്ട് കണ്ടാൽ ഒരു എന്താ പറയാ, ഒരു 15,000 രൂപ കണ്ടാൽ ഇറക്കിക്കൊണ്ടു. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹ്യുണ്ടായ് സാൻഡ്രോ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. ഇതാ മോഡല്? 2019 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 58,000 കിലോമീറ്റർ ഓടിയുള്ളൂ. വലിയ ഓട്ടം പോയിട്ടില്ല. ആ ഒരു വർഷം നോക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കുറച്ച് ടച്ചപ്പ് ഉണ്ട്, പോളിഷും കാര്യങ്ങളും ചെയ്യാറുണ്ട്. എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയതേ തരുള്ളൂ. ഓക്കെ, 58,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആസ്റ്റ ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. എത്ര ഇപ്പോ? ഇത് 3.70 കൊടുക്കാം. 19 ആസ്റ്റ സിംഗിൾ ഓണർ 58,000 രൂപ. 3.70. അത്യാവശ്യം നല്ല ടയറും ഉണ്ട്. ഫൈനലാണോ അല്ല എന്താ മാറ്റോ? ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. മാനുവൽ ഏകദേശം നമ്മളെ ഫൈനൽ റേറ്റ് ആണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മൈലേജ് ഒരു 12-16 റേഞ്ച് ഒക്കെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. അതും ഒരു സാൻഡ്രോ തന്നെ, റെഡ് കളർ, KL 11 കോഴിക്കോട് വണ്ടി. ഏതാ മോഡൽ ഇത്? 2020 സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി. ഈ ഒരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, സ്പോർട്സ് ആണ്. നേരത്തെ കണ്ട ആസ്റ്റ ആയിരുന്നു മാനുവൽ. ഇത് അതിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, AMT തന്നെയാണ് ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ, ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. ഓക്കെ, ഇതും ലോ കിലോമീറ്റർ 20 മോഡൽ. അപ്പോൾ എന്താ പറയാ, ഒരു അഡീഷണൽ കാറായിട്ട് ഒരു ഓട്ടോമാറ്റിക് വേണം, അല്ലെങ്കിൽ ടൗണിലൊക്കെ കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ്, ഒരു ഓട്ടോമാറ്റിക് കൊള്ളാന്നുണ്ടെങ്കിൽ
പറ്റിയ വണ്ടിയാണ്. പ്രത്യേകിച്ച് സാൻഡ്രോ ഹ്യുണ്ടായുടെ വണ്ടിയാകുമ്പോൾ അതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, എല്ലാം കൊണ്ട് സുഖമാണ്. പിന്നെ ഇതിന് ഫീച്ചേഴ്സും ലോഡഡ് ആണ്. ഫീച്ചേഴ്സ് റിയർ വെന്റ്, AC വെന്റ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, എല്ലാം ഇത് വരുന്നുണ്ട്. ടയേഴ്സും വലിയ കുഴപ്പമില്ല, എല്ലാം അത്യാവശ്യം നല്ല ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. ഇന്റീരിയറിൽ അതേപോലെ തന്നെ കീപ്പ് ചെയ്ത കസ്റ്റമർ അതുപോലെ കീപ്പ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എത്രതിന്റെ പ്രൈസ്? ഇത് 4.5 ലക്ഷത്തിന് നമുക്ക് ഇത് കൊടുക്കാം. ചെറുതായി നമുക്ക് ചെയ്ത് കൊടുക്കാം, ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ വണ്ടിയുടെ ഗ്യാരണ്ടി നിങ്ങൾ തന്നെ കൊടുക്കണം. അതെ, ഈ ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇതൊക്കെ വാറണ്ടി ഉണ്ടാവുമല്ലോ പിന്നെ എല്ലാത്തിനും. ഇതിപ്പോ നിലവിൽ കമ്പനി വാറണ്ടി കഴിഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. കമ്പനി വാറണ്ടി ഉള്ള നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനത്തെ മോഡൽ കൂടിയ വണ്ടിക്ക് നമ്മൾ ഇവരുടെ അടുത്ത് എടുക്കുമ്പോൾ തന്നെ വാറണ്ടി ചോദിച്ച് ഉറപ്പ് വരുത്താം. അതെ, ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ വണ്ടി. എന്നാലും തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ ചെറുവണ്ടികളൊക്കെ ഉണ്ട്, മറ്റേ ഇതൊക്കെ നമ്മൾ റീലിൽ കാണിക്കണ്ട. 2009 സൈലോ, പിന്നെ വാഗനർ, ചെറിയ വണ്ടികളിൽ. ഇയോൺ എന്താ പാട്? ഇയോൺ 2013 വണ്ടി, 58,000 കിലോമീറ്റർ ഓടിയ മാഗ്ന പ്ലസ്, 160. നല്ല വണ്ടി, കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്യാനില്ലാത്ത വണ്ടികൾ. ഓക്കെ, 13 വണ്ടിയാണ്, 160. ഓക്കെ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണുകളും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക്. നിങ്ങൾ 10,000 പേര് കാണുമ്പോൾ 100 ലൈക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ, താങ്ക് യു.